ഈത്തയുടെ വാക്ക് കേട്ട് അലീനയ്ക്ക് വിഷം നൽകിയ പൗലോസിനെ തല്ലി സ്റ്റാലി. അങ്ങനെ നമ്മുടെ റീത്തയാണെങ്കിൽ പൗലോസിൻ്റെ മനസ്സിലെ ദുഷിച്ച ചിന്തയെ പുറത്തേക്കെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. റീത്തയ്ക്ക് ഇന്നത്തോടെ മനസ്സിലാകുന്നുണ്ട് പൗലോസിൻ്റെ മനസ്സിൽ അലീനയോട് ചെറിയ വിദ്വേഷവും ചെറിയ പകയും കിടക്കുന്നുണ്ടെന്ന്. അതൊന്ന് ഊതിക്കത്തിച്ച് കൊടുത്താൽ തീർച്ചയായിട്ടും അവൻ തനിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് പറയുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് റീത്ത. ഇന്നത്തെ എപ്പിസോഡിൽ റീത്ത പൗലോസിനോട് ആദ്യം തന്നെ അതിനെക്കുറിച്ച് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ പൗലോസാണെങ്കിൽ പേടിച്ചിട്ട് അതിന് കഴിയില്ല, സാധ്യമല്ല എന്ന് പറയുകയാണ്. ഒടുവിൽ മുട്ടുമടക്കിക്കൊണ്ട് തന്നെയാണ് സ്റ്റാലിൻ്റെ വീട്ടിൽ നിന്നും അലീനയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പടിയിറങ്ങിപ്പോകുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. എന്നിരുന്നാലും നമ്മുടെ അലീനയാണെങ്കിൽ സ്റ്റാലിൻ്റെ വിഷമത്തിനുള്ള കാരണം അന്വേഷിച്ചു ഒടുവിൽ കണ്ടെത്തുന്നു. സ്റ്റാലിൻ തന്നെ മനസ്സ് തുറന്ന് അലീനയോട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഈ റീത്ത എന്ന സ്ത്രീയെ കണ്ടുമുട്ടിയതാണെന്നും അതുവരെ തൻ്റെ ജീവിതം മനോഹരമായിരുന്നെന്നും നമ്മുടെ അലീനയുടെ അടുത്ത് സ്റ്റാലി മനസ്സ് തുറന്ന് പറയുകയാണ്. ഇതേ സമയം അലീന പറയുന്നുണ്ട്, പപ്പ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, എന്നോട് പറയാൻ പറ്റുമെങ്കിൽ പറയാമോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം നിന്നോട് പറയുന്നതിൽ എനിക്ക് എന്താണ് മോളെ പ്രശ്നം? എനിക്കെൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇഷ്ടമല്ല, എങ്കിലും നിന്നോട് പറയാൻ എനിക്ക് തോന്നുകയാണ്. എൻ്റെ മനസ്സിൻ്റെ ഭാരം അത്രയുണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഞാൻ എങ്ങനെ ഒറ്റപ്പെട്ടെന്നറിയാമോ? എൻ്റെ മക്കളും ഭാര്യയും അടങ്ങുന്ന സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതമായിരുന്നു എൻ്റേത്. അവർക്കിടയിലേക്കാണ് ഈ റീത്ത കടന്നു വന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതിന് ശേഷമാണ് തൻ്റെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായത് എന്ന് ആര് പറയുന്നു? സ്റ്റാൻലി പറയുന്നു. ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങൾ പോലും ആർക്ക് ഇഷ്ടമല്ല? നമ്മുടെ റീത്തയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വയ്ക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ അലീനയോട് പറയാണ്, സന്തോഷങ്ങളെല്ലാം ആ സ്ത്രീക്ക് പിടിക്കില്ല. ആ സ്ത്രീ ഞങ്ങളുടെ സന്തോഷങ്ങളെല്ലാം നശിപ്പിച്ച് എന്നെയും അവളെയും രണ്ടാക്കി മാറ്റി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന അത് കേട്ട് വളരെയധികം സങ്കടപ്പെടുകയാണ്. തുടർന്ന് നമ്മുടെ സ്റ്റാലി പറയാണ്, അവൾ ഒറ്റൊരുത്തിയാണ് തന്നെ തൻ്റെ കുടുംബത്തിൽ നിന്നും തല്ലി അകറ്റിയത്, ഓടിച്ചു വിട്ടത് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് എൻ്റെ മക്കൾ ഒരു സ്ഥലത്തും താനൊരു സ്ഥലത്തും നിൽക്കേണ്ടി വന്നത് എന്ന് പറയുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ എൻ്റെ മക്കളെ ഒന്ന് കണ്ടിട്ട്, എൻ്റെ മക്കളെയും ഭാര്യയെയും എന്നിൽ നിന്നും മാറ്റി ആ സ്ത്രീ തട്ടിയെടുത്ത് വെച്ചിരിക്കുകയാണ് എന്ന് സ്റ്റാലിൻ കരഞ്ഞുകൊണ്ട് അലീനയോട് വെളിപ്പെടുത്തുകയാണ്. ഇതേ സമയം അലീനയ്ക്ക് വളരെയധികം സങ്കടമാകുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്റ്റാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതായത് പപ്പ വിഷമിക്കേണ്ട, എല്ലാം നമുക്ക് പഴയതുപോലെയാക്കാം, എല്ലാം ശരിയാക്കിയെടുക്കാമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ എങ്ങനെ ശരിയാക്കാനാണ് മോളെ? ഇനി പെട്ടെന്നൊന്നും അത് ശരിയാവാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്.
ഇതേ സമയമാണെങ്കിൽ എല്ലാത്തിനും ഒരു വഴിയുണ്ട് എന്ന് അലീന പറയുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുമെന്ന് ചോദിക്കുകയാണ്. പപ്പയുടെ ഈ അവസ്ഥ അധികം വൈകാതെ തന്നെ ഞാൻ മാറ്റിയെടുക്കുമെന്ന് അലീന പറഞ്ഞു വെക്കുകയാണ് എന്ന് കാണാം. തുടർന്ന് ഭക്ഷണത്തിന് ഇരിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ അലീന. അതിനു മുമ്പ് തന്നെ പൗലോസിനെ ഒന്നുകൂടി റീത്ത വിളിക്കുന്നുണ്ട്. എടാ പൗലോസേ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അവളെ ഒന്ന് ആശുപത്രിയിലാക്കാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എന്താ റീത്ത ചേച്ചി ഈ പറയുന്നത്? എനിക്ക് പോലീസ് കേസും ആവും, ആ പെണ്ണിന് എന്തെങ്കിലും പറ്റിയ ആകെ വലിയ പ്രശ്നവുമാകും എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നിനക്ക് ഞാൻ ഒരുപാട് പണം തരാടാ, അവളെ കൊല്ലൊന്നും വേണ്ട എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തു വന്നാലും ഞാൻ നോക്കിക്കോളാമെന്നും പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയം അലീനയുടെ ഭക്ഷണത്തിൽ ചെറിയ രീതിയിൽ നമ്മുടെ പൗലോസ് ആണെങ്കിൽ പാഷാണം കലക്കുകയാണ് എന്ന് കാണാൻ കഴിയും. അങ്ങനെ അലീന ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അലീനയ്ക്ക് ചെറിയ രീതിയിൽ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുകയാണ് പ്രേക്ഷകരെ. ഇതേ സമയം അലീനയ്ക്ക് നല്ല രീതിയിൽ വയറുവേദനയും ഛർദിയൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാൻലി പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ ചെക്കപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വിഷമുള്ളിൽ ചെന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ സ്റ്റാൻലി. തുടർന്ന് ഭക്ഷണത്തിലൂടെയാണ് അകത്ത് ചെന്നതെന്നും പറയുമ്പോൾ പൗലോസിന് മേലുള്ള സംശയം സ്റ്റാൻലിക്ക് കൂടി വരികയാണ്. ഇതേ സമയം പൗലോസിൻ്റെ അടുത്ത് ചെന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്, എടാ പൗലോസേ, നീ എൻ്റെ മകളെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും ചെയ്തോടാ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാടാ ഇവിടെ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്നും അലീനയുടെ വയറ്റിൽ വിഷം ചെന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പൗലോസിൻ്റെ കരണത്തട്ടിക്കുകയാണ് സ്റ്റാൻലി എന്ന് കാണാനായിട്ട് സാധിക്കും. അലീന പറഞ്ഞപ്പോൾ സ്റ്റാൻലി വിശ്വസിച്ചില്ല. ഒടുവിൽ നേരിൽ ബോധ്യമായപ്പോൾ സ്റ്റാൻലി വിശ്വസിക്കുകയാണ് പ്രേക്ഷകരെ. ഒടുവിൽ തല്ലിച്ചതയ്ക്കുകയാണ് നമ്മുടെ പൗലോസിനെ കേട്ടോ സ്റ്റാൻലി. അപ്പോൾ പൗലോസിനെ സ്റ്റാൻലിയുടെ കയ്യിൽ നിന്നും അലീന രക്ഷപ്പെടുത്തുന്നതും കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ.